മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ആഹ്വാനം ചെയ്ത് ലിയോ 14 പാപ്പ. സമാധാനത്തിനും നീതിക്കും ആശ്വാസത്തിനുമായി ഓഗസ്റ്റ് 22 വെള്ളിയാഴ്ച ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ആഹ്വാനം ചെയ്ത് ലിയോ 14 മാർപ്പാപ്പ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ രാജ്ഞിത്വ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം സമാധാനത്തിന്റെ രാജ്ഞി കൂടിയായി നാം വണങ്ങുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാമെന്ന് ഓഗസ്റ്റ് 20 ബുധനാഴ്ച വത്തിക്കാനിലെ പോൾ ആറാമൻ ശാലയിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച വേളയിൽ പാപ്പ ആഹ്വാനം ചെയ്തു. വിശുദ്ധ നാട്ടിലും യുക്രൈനിലും നടന്നുവരുന്ന യുദ്ധങ്ങൾ മൂലം നമ്മുടെ ഈ ഭൂമി തുടർച്ചയായി മുറിവേൽപ്പിക്കപ്പെടുകയാണെന്ന് പ്രസ്താവിച്ച പാപ്പ, കർത്താവ് നമുക്ക് സമാധാനവും നീതിയും നൽകുന്നതിനായും ലോകത്ത് നിലവിൽ നടന്നുവരുന്ന സായുധ സംഘർഷങ്ങൾ മൂലം സഹിക്കുന്നവരുടെ കണ്ണീരൊപ്പുന്നതിനായും ഓഗസ്റ്റ് 22 തീയതി പ്രത്യേകമായി ഉപവാസവും പ്രാർത്ഥനയും നടത്താമെന്നും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാമെന്നും ഓർമ്മിപ്പിച്ചു. കൂടാതെ സമാധാനത്തിന്റെ രാജ്ഞിയായ പരിശുദ്ധയമ്മ എല്ലാ ജനതകളും സമാധാനത്തിന്റെ മാർഗം കണ്ടെത്തുന്നതിനായി മാധ്യസ്ഥം വഹിക്കട്ടെ എന്ന് ലിയോ 14 മാർപ്പാപ്പ ആശംസിച്ചു. നിയമിതനായി തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിന്റെ പുതിയ ഫിനാൻസ് ഓഫീസറായി ഫാദർ ജോൺ മുഴിപ്പേലിനെ ഓഗസ്റ്റ് 19 സഭയുടെ തലവനും പിതാവും തിരുവനന്തപുരം മേജർ അതിഭദ്രാസന അധ്യക്ഷനുമായ മോറോൻമോർ ബെസീലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ നിയമിച്ചു. അന്നേ ദിവസം ഫാദർ ജോൺ മുഴിപ്പേൽ തിരുവനന്തപുരം പട്ടം അരമനയിലെത്തുകയും കാതോലിക്ക ബാവയുടെ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കുകയും ചെയ്തു. കൂരിയ മെത്രാൻ അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, വികാരി ജനറൽമാർ, വൈദികർ, സന്യസ്തർ എന്നിവർ സന്നിഹിതരായിരുന്നു. MCYM തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിന്റെ പുതിയ ഡയറക്ടറായി ഫാദർ ജോഷുവ കൊച്ചുവിളയലിനെ ഓഗസ്റ്റ് 19 മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ നിയമിച്ചു. പ്രൊവിൻഷ്യൽ ടീമിനെ തെരഞ്ഞെടുത്തു. ബദനി മിശിഹാനുകരണ സന്യാസിനി സമൂഹം തിരുവനന്തപുരം പ്രൊവിൻസ് മദർ പ്രൊവിൻഷ്യലായി സിസ്റ്റർ ഡമഷീൻ SIC, സെക്രട്ടറിയായി സിസ്റ്റർ ജോർജിന SIC, പ്രൊക്രേറ്ററായി സിസ്റ്റർ ആഷിഷ് SIC, കൗൺസിലർമാരായി സിസ്റ്റർ സൗമിനി SIC, സിസ്റ്റർ ഉദയ SIC, സിസ്റ്റർ ജോർജിന SIC, സിസ്റ്റർ സുബല SIC എന്നിവരെയും തിരുവല്ല പ്രൊവിൻസ് മദർ പ്രൊവിൻഷ്യലായി സിസ്റ്റർ ശാന്തി SIC, സെക്രട്ടറിയായി സിസ്റ്റർ ആനന്ദ SIC, പ്രൊക്രേറ്ററായി സിസ്റ്റർ കീർത്തന SIC, കൗൺസിലർമാരായി സിസ്റ്റർ ഷാലോം SIC, സിസ്റ്റർ കൊച്ചുറാണി SIC, സിസ്റ്റർ ജൂഡി SIC, സിസ്റ്റർ ആനന്ദ SIC എന്നിവരെയും ബത്തേരി പ്രൊവിൻസ് മദർ പ്രൊവിൻഷ്യലായി സിസ്റ്റർ തനൂജ SIC, സെക്രട്ടറിയായി സിസ്റ്റർ മഹിമ SIC, പ്രൊക്രേറ്ററായി സിസ്റ്റർ കൃപ SIC, കൗൺസിലർമാരായി സിസ്റ്റർ പരിമള SIC, സിസ്റ്റർ രശ്മി SIC, സിസ്റ്റർ മേരി പ്രഭ SIC, സിസ്റ്റർ മഹിമ SIC എന്നിവരെയും പത്തനംതിട്ട പ്രൊവിൻസ് മദർ പ്രൊവിൻഷ്യലായി സിസ്റ്റർ ആഗ്നറ്റ് SIC, സെക്രട്ടറിയായി സിസ്റ്റർ പവിത്ര SIC, പ്രൊക്രേറ്ററായി സിസ്റ്റർ ഗബ്രിയേൽ SIC, കൗൺസിലർമാരായി സിസ്റ്റർ പുഷ്പ SIC, സിസ്റ്റർ ആനന്ദ SIC, സിസ്റ്റർ നിർമ്മൽ SIC, സിസ്റ്റർ പവിത്ര SIC എന്നിവരെയും മൂവാറ്റുപുഴ പ്രൊവിൻസ് മദർ പ്രൊവിൻഷ്യലായി സിസ്റ്റർ ടോമിന SIC, സെക്രട്ടറിയായി സിസ്റ്റർ സംപൂജ SIC, പ്രൊക്രേറ്ററായി സിസ്റ്റർ മെർലിൻ SIC, കൗൺസിലർമാരായി സിസ്റ്റർ ഗ്ലാഡിസ് SIC, സിസ്റ്റർ ഇവാനിയ SIC, സിസ്റ്റർ സംപൂജ SIC, സിസ്റ്റർ സ്റ്റാർലിറ്റ് SIC എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു. അവലോകന മീറ്റിംഗ് നടത്തപ്പെട്ടു. ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പോലീത്തായുടെ 72ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തപ്പെട്ട 45ാമത് തീർത്ഥാടന പദയാത്രയുടെ അവലോകനം MCYM സഭാതല സമിതിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 17 അഞ്ചൽ സെയിന്റ് ജോൺസ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. മീറ്റിംഗിൽ സഭാതല ജനറൽ സെക്രട്ടറി ശ്രീ ലിനു ഡാനിയേൽ സ്വാഗതം ആശംസിക്കുകയും സഭാതല ഡയറക്ടർ ഫാദർ ഡോക്ടർ പ്രബീഷ് ജോർജ് ആമുഖ പ്രസംഗം നടത്തുകയും ചെയ്തു. തിരുവനന്തപുരം മേജർ അതിഭദ്രാസന വികാരി ജനറൽ ഫാദർ തോമസ് കെയാലക്കൽ, അഞ്ചൽ വൈദിക ജില്ലാ വികാരി ഫാദർ ബോവാസ് മാത്യു, തിരുവനന്തപുരം മേജർ അതിഭദ്രാസന ഡയറക്ടർ ഫാദർ ജോസഫ് തോട്ടത്തിൽക്കടയിൽ, പത്തനംതിട്ട ഭദ്രാസന ആനിമേറ്റർ സിസ്റ്റർ ജോവാൻ SIC, സഭാതല ട്രഷറർ ശ്രീ രഞ്ജു രാജു, മേജർ അതിഭദ്രാസന പ്രസിഡന്റ് ശ്രീ സിജോ സി ജോസഫ്, പത്തനംതിട്ട ഭദ്രാസന പ്രസിഡന്റ് ശ്രീ ബിബിൻ എബ്രഹാം എന്നിവർ മീറ്റിംഗിൽ പങ്കെടുത്തു. ആദരിച്ചു. MCA തിരുവല്ല വൈദിക ജില്ലയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ സൈന്യത്തിനും മറ്റ് പ്രതിരോധ സേനകളിലും സേവനമനുഷ്ഠിച്ച് വിരമിച്ച മലങ്കര കത്തോലിക്ക സഭാ അംഗങ്ങളായ സൈനികരെയും പോലീസുകാരെയും വീരവന്ദനം 2025 എന്ന പേരിൽ ഓഗസ്റ്റ് 15 തിരുവല്ല ശാന്തി നിലയത്തിൽ വെച്ച് ആദരിച്ചു. അതിനോടൊപ്പം മാർ തിയോഫിലോസ് വിദ്യാഭ്യാസ സാന്ത്വന പദ്ധതിയുടെ ഭാഗമായി
തിരുവല്ല വൈദിക ജില്ലയിൽ നിന്നും 2024-25 വർഷത്തെ 10-12 ക്ലാസുകളിൽ 90% മുകളിൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. തിരുവല്ല ഡിവൈഎസ്പി ശ്രീ എസ് നന്ദകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. MCA പ്രസിഡന്റ് ശ്രീ ബിജു ജോർജ്, വൈദിക ഉപദേഷ്ടാവ് ഫാദർ മാത്യു വാഴയിൽ, ഫാദർ സന്തോഷ് അഴകത്ത്, ഫാദർ ആന്റണി ചെത്തിപ്പുഴ, ഫാദർ ഫിലിപ്പ് തായില്യം എന്നിവർ പ്രസംഗിച്ചു. ജനറൽ സെക്രട്ടറി ശ്രീ ജോൺ മാമൻ സ്വാഗതം ആശംസിച്ചു. 60 സൈനികരെയും 16 കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു. കാർഷിക ജില്ലാ സംഗമം നടത്തപ്പെട്ടു. പാറശാല ഭദ്രാസനത്തിന്റെ സാമൂഹിക ക്ഷേമ വിഭാഗമായ ക്ഷേമ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും ഇൻഫാം പാറശാല കാർഷിക ജില്ലയുടെയും ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 17-ന് കർഷക ദിനാചരണവും മികച്ച കർഷകരെ ആദരിക്കലും കൊടങ്ങാവിള സെന്റ് ജോർജ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. പാറശാല കാർഷിക ജില്ലാ പ്രസിഡന്റ് ശ്രീ N ധർമ്മരാജ് പെൻകുളം അധ്യക്ഷത വഹിച്ച യോഗം നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ KK ഷിബു ഉദ്ഘാടനം ചെയ്തു. ക്ഷേമ ഡയറക്ടർ ഫാദർ ജോൺ പുന്നാര അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇൻഫാം സംസ്ഥാന സമിതി അംഗം ശ്രീ സനൽകുമാർ NS ആമുഖ പ്രഭാഷണം നടത്തി. തുടർന്ന് വിവിധ താലൂക്ക് സമിതികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച കർഷകരെ ആദരിച്ചു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.